വിദേശ വാർത്തകൾ സമഗ്രമായി നമ്മൾ പരിശോധിക്കുകയാണ് ഗസ ഉൾപ്പെടെ. ഗസയിൽ ഒരു ശാശ്വത സമാധാനം ഇപ്പോഴും നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ ആക്രമണങ്ങൾ ഇങ്ങനെ തുടർന്ന് വരികയാണ്. 24 മണിക്കൂറിനിടെ കൊല്ലപ്പെട്ട ആളുകളുടെ കണക്കൊക്കെ വരുമ്പോൾ എവിടെയാണ് ഈ വെടിനിർത്തൽ സാധ്യമായത് എന്നുള്ളൊരു സംശയമാണ് വരുന്നത്. അപ്പോൾ വെടിനിർത്തൽ ഒരു സമ്പൂർണ്ണ രീതിയിൽ അവിടെ ഇപ്പോഴും നടപ്പായിട്ടില്ല. പക്ഷേ അതേസമയം രണ്ടാം ഘട്ട ചർച്ചകളൊക്കെ വളരെ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. അതേസമയം ഈ അമേരിക്ക ഇപ്പോൾ രംഗത്ത് വരുന്നത് ഹമാസിന് നേരെയാണ്. കാരണം അവിടെ നടക്കുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് അതിന്റെ പഴി ഹമാസിന് നേരെ ഉയർത്തിവിട്ടുകൊണ്ടും കൂടി അമേരിക്ക രംഗത്ത് വരുന്ന കാഴ്ച കൂടിയാണ്. പുതിയ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന്. അതിന്റെ എല്ലാം വിശദാംശങ്ങൾ പരിശോധിക്കാൻ നമുക്ക് BK സുഹൈൽ ചേരുന്നുണ്ട് നമ്മോടൊപ്പം. സുഹൈൽ, ഗുഡ് മോർണിംഗ്. സുഹൈൽ, ഗസയിലെ സാഹചര്യം ഇപ്പോഴും മോശമാണ്. ഒരു പ്രത്യാശാഭരിതമായ അവസ്ഥയിലൂടെയല്ല ഇപ്പോഴും ഗസ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ആ സൈനികരെ കൊലപ്പെടുത്തിയത് അത് ഹമാസ് അല്ല എന്ന് ഹമാസ് പറയുന്നുണ്ട്. പക്ഷേ അതൊരു കാരണമാക്കി എടുത്തുകൊണ്ട് വീണ്ടും ഗസയെ ആക്രമിക്കാനുള്ള കോപ്പ് കൂട്ടുന്നുണ്ടോ ഇസ്രായേൽ എന്ന സംശയമുയരുന്ന ഘട്ടം കൂടിയാണ്. അപ്പോൾ ഗസയിൽ ഏറ്റവും ഒടുവിലായി എന്താണ് സംഭവിക്കുന്നത്? ഒരു ഭാഗത്ത് വെടിനിർത്തൽ എന്ന് പറയുന്നത് ജലരേഖയായി മാറുന്നു, മറുഭാഗത്ത് അതിനെ ഓവർകം ചെയ്യാനുള്ള ചില ശ്രമങ്ങൾ എന്ന പേരിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് ഇസ്രായേലിലും അതേപോലെ തന്നെ ഈജിപ്തിലും. ഇസ്രായേൽ നടക്കുന്നത് ഇപ്പോൾ ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജേഡ് കഷ്ണറും ഇന്നലെ തന്നെ ഇസ്രായേൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി സംസാരിച്ചു. ഇന്ന് വിവിധ സൈനിക വിഭാഗങ്ങളുമായി, പ്രത്യേകിച്ചും ഇന്റലിജൻസ് വിഭാഗങ്ങളുമായോ എല്ലാം ഇവർ സംസാരിക്കുന്നുണ്ട്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് നേരിട്ട് ഇന്ന് ഇസ്രായേലിലേക്ക് എത്തുന്നുണ്ട്. അവർ കൂടി ചർച്ചയുടെ പങ്കാളികളാവും. ഒരുപക്ഷെ ഗസ വരെ JD വാൻസ് സന്ദർശിച്ചേക്കും എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായി നടക്കുന്നത് രണ്ടാം ഘട്ട വെടിനിർത്തലിന്റെ ഒരു ഭാവിയെ കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത്. നേരിട്ട് വലിയ ആക്രമണങ്ങൾ നടത്തരുത് എന്ന് 3 ആളുകളും ഇസ്രായേലിനോട് പറയുന്നു. പക്ഷെ അതിന് പകരമായി ചില ഓഫറുകൾ ഇസ്രായേലിന് മുമ്പിലേക്ക് വെക്കുകയാണ് അമേരിക്ക. അതിൽ ഏറ്റവും പ്രധാനം ഹമാസിന്റെ നിരായുധീകരണം, അത് ഞങ്ങൾ പൂർത്തീകരിച്ചു തരും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അവിടെ മറ്റൊരു ഭരണത്തെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഇന്റർനാഷണൽ സ്റ്റെബിലിറ്റി ഫോഴ്സ്, ഒരു അന്താരാഷ്ട്ര സന്നദ്ധ സേന ഗസയിൽ ഒരുക്കുക എന്നുള്ളതാണ്. ഈ 2 സംവിധാനവും ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നടപ്പിലാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവർ കാണുന്ന ഒരു ലക്ഷ്യം. ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഹമാസിന് നിരായുധീകരണം നടക്കും, ഒരു അന്താരാഷ്ട്ര സേന വരും, ആ സേനയുടെ നിയന്ത്രണത്തിലായിരിക്കും ഇനി ഗസ ഉണ്ടാവുക എന്നെല്ലാമാണ് അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ISF എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര സന്നദ്ധ സേന എന്ന് പറയുന്നത്, ഒരു GHF മാതൃകയിലേക്ക് കൊണ്ടുപോകാനാണ് അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഭക്ഷണത്തിനും സന്നദ്ധ സേവനത്തിനും എന്ന പേരിൽ ഒരു സേന അവിടേക്ക് വരികയും യഥാർത്ഥത്തിൽ അത് പലസ്തീനികളെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഭക്ഷണം അവർക്ക് കിട്ടുന്നേ ഇല്ലായിരുന്നു. ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ചെറിയ ഭക്ഷണം വിതരണം ചെയ്യും, ബാക്കിയുള്ളതെല്ലാം കൊല ചെയ്യുന്ന കൂട്ടക്കൊല കേന്ദ്രങ്ങളായി GHF കേന്ദ്രങ്ങൾ മാറിയിരുന്നു. സമാനമായ സാഹചര്യത്തിലേക്ക് ഈ ISF-നെയും അന്താരാഷ്ട്ര സന്നദ്ധ സേനയെയും മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. GHF-ന് നേതൃത്വം നൽകുകയും അതിന്റെ തലകളായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ചില വ്യക്തികളെ ഈ ഒരു ISF-ന്റെ നേതൃതലങ്ങളിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അതിന്റെ ഉപദേഷ്ടാക്കളാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസം നെതന്യാഹുവും അതേപോലെ തന്നെ സ്റ്റീവ് വിറ്റ്കോഫും തമ്മിലൊക്കെയുള്ള ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്ന് ചില ഹീബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു സന്നദ്ധ സേന എന്ന് പറയുന്നത് തീർത്തും പലസ്തീൻ വിരുദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ ഗസയെ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിരിക്കും. അപ്പോൾ വലിയ വ്യോമാക്രമണം നടത്തേണ്ടതില്ല, അന്താരാഷ്ട്ര സന്നദ്ധ സേനയുടെ നേതൃത്വത്തിൽ തന്നെ അത് നടപ്പിലാക്കാം എന്ന് ഈ അമേരിക്ക ഇസ്രായേലിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അപ്പുറത്തേക്ക് വരികയാണെങ്കിൽ കൈറോ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത് ഇതിന്റെ മറ്റൊരു വേർഷനാണ്. എന്ന് പറഞ്ഞാൽ ഖലീൽ ഹയ്യ അടക്കമുള്ള ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഹമാസിന് മുമ്പിൽ മധ്യസ്ഥരാജ്യം നൽകുന്ന ഓഫർ എന്ന് പറയുന്നത് പലസ്തീനികളുടെ നേതൃത്വത്തിൽ ഒരു ഭരണക്രമത്തെ ഗസയിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ്. 40 പേരുടെ ഒരു പട്ടിക ഹമാസ് നേതാക്കൾക്ക് മധ്യസ്ഥ രാജ്യങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് 15 പേരെ പിക്ക് ചെയ്യാം, അവരുടെ നേതൃത്വത്തിൽ ഒരു ഗസയിൽ ഒരു ഭരണം ഉണ്ടാക്കാം എന്നുള്ള ഒരു ഓഫറാണ് അവർ നൽകുന്നത്. ആ 15 പേരെ ഹമാസ് നേതാക്കൾക്ക് തിരഞ്ഞെടുക്കുമോ, അവർ സ്വതന്ത്രമായി തന്നെ പലസ്തീൻ ഭരിക്കുമോ, അതിൽ പലസ്തീനികളുടെ പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ടാകാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ശരി സുഹൈൽ, എന്തായാലും സുഹൈൽ സൂചിപ്പിച്ചതുപോലെ ഗസയിൽ കരാറുകളൊക്കെ ജലരേഖയായി മാറുന്നു എന്ന അത്യന്തം ദുഃഖകരമായ നിരാശാജനകമായ യാഥാർത്ഥ്യമാണ് അവിടെ നിലനിൽക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ, ഇന്നലെ വൈകിട്ടും ഇപ്പോ
വെടിനിർത്തലിലേക്ക് ഞങ്ങൾ പോകുന്നു എന്ന് ട്രംപ് നിരന്തരം പറയുന്നു. പക്ഷേ ഹമാസ്ക്കുള്ള മുന്നറിയിപ്പും തുടരുന്നുണ്ട്. അപ്പോൾ